നമ്മുടെ ഇടയിൽ ജനിച്ചു എന്നുള്ളതാണ് ക്രിസ്തുവിൻ്റെ ഈ ജനനത്തിൻ്റെതായ പ്രത്യേകത. മനുഷ്യരെല്ലാവരും മനുഷ്യരല്ലാതാവുന്ന കാലഘട്ടത്തിൽ ദൈവം മനുഷ്യനായി നമ്മുടെ ഇടയിൽ ആയിരിക്കുമ്പോൾ മനുഷ്യപ്പറ്റുള്ള തലത്തിൽ നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കേണ്ടത് ആവശ്യമാണ്. അതോടൊപ്പം തന്നെ യഹോവ ഞങ്ങളെ രക്ഷിക്കണമേ എന്ന പ്രാർത്ഥനയുമായി അവിടെ കഴിഞ്ഞിരുന്ന ഒരു സമൂഹത്തിന്റെ അടുക്കിലേക്ക് ദൈവം മനുഷ്യനായി പൂജാനം ചെയ്യുകയാണ്. നമ്മൾ വിശ്വസിക്കുന്ന ഒരുവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തൻ്റെ ഏകജനത്തിന് നൽകുവാൻ തക്കവണ്ണം അത്രമാത്രം ദൈവം ലോകത്തെ സ്നേഹിച്ചു. അതുകൊണ്ടാണ് ലോകജനത രക്ഷിക്കണമേ എന്നുള്ള പ്രാർത്ഥനകളുമായി കഴിയുമ്പോൾ ഇരുട്ടിൽ പ്രകാശം ഉദിക്കുകയാണ്. ക്രിസ്തുവിന്റെ ജനനം ഒരു പ്രകാശത്തിലൂടെയാണ്. അന്ധകാരത്തിലൊരു ജനം വലിയൊരു വെളിച്ചം കണ്ടു എന്നാണ് ക്രിസ്തുവിന്റെ ജനന സമയത്ത് അവിടെ നമുക്ക് കാണുവാനായിട്ട് ഇടയാകുന്നത്. ആ വെളിച്ചം നമ്മളിലൂടെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുമ്പോൾ ആ വെളിച്ചത്തിന്റെ നന്മ മറ്റുള്ളവർ അനുഭവിക്കുവാനിടയാകുമ്പോൾ ക്രിസ്തു നമ്മുടെ ഹൃദയങ്ങളിൽ ജനിക്കും. നമ്മളിൽ ഇരുട്ടാണെങ്കിൽ ഇരുട്ടിൻ്റെതായ അനുഭവത്തിലൂടെ മാത്രമേ നമുക്ക് യാത്ര ചെയ്യുവാനായിട്ട് ഇടയാകുകയുള്ളൂ. അങ്ങനെ യാത്ര ചെയ്യുന്ന ഒരു മനുഷ്യൻ എവിടേക്ക് പോകുന്നു എന്ന് അറിയുന്നില്ല. കാരണം പ്രകാശം അവന്റെ മുന്നിലില്ല. വിളക്കുമരമേ വെളിച്ചമുണ്ടോ എന്ന് ഗീതത്തിലൂടെ കവിതയിലൂടെ നാം കേട്ടിട്ടുണ്ട്. നാം ഓരോരുത്തരും ഒരു വിളക്ക് മരമായി രൂപാന്തരപ്പെടണമെന്നുള്ളതാണ് ക്രിസ്തുമസിന്റെ സന്ദേശം.